മനുഷ്യനുണ്ടാകുന്ന അസ്വസ്ഥതകൾ മുഴുവൻ ഈ റിയാക്ഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ റിയാക്ഷനെ നിയന്ത്രിക്കാനൊക്കെ പഠിച്ചു, മറ്റേ ആൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ? എനിക്ക് അങ്കിളിനോട് ഒരു കാര്യം കൂടി ഫൈനലായിട്ട് ചോദിക്കാനുണ്ട്. ഞാനിപ്പോൾ ഒരു വർക്കിംഗ് വുമൺ ആണ് ആൻഡ് മാരീഡ് ഓൾസോ. സോ എൻ്റെ കരിയറിലും അതുപോലെ തന്നെ ഫാമിലി ലൈഫിലും സക്സസ് ആവണമെങ്കിൽ ഞാൻ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പം അതെന്തൊക്കെയാണ്? അങ്കിളിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? നല്ല ചോദ്യം. നാവിനെ ജയിച്ചാൽ ലോകത്തെ ജയിച്ചു എന്നാണ് പണ്ടുള്ള പഴമക്കാർ തന്നെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നെ അങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മളുടെ ഇടപാടുകൾ മുഴുവൻ ഏതെങ്കിലും തരത്തിലുള്ള സംഭാഷണമാണ് പ്രധാനമായും നമ്മൾ മറ്റുള്ളവരുമായി ഇടപെടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ സംഭാഷണം ആളെ അറിഞ്ഞ് വേണ്ടതുപോലെ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ പറയാൻ നമ്മൾ പഠിച്ചെടുത്താൽ നമ്മൾ ജയിച്ചു. ഓക്കെ, നമുക്ക് കിട്ടുന്ന പണമോ നമുക്ക് കിട്ടുന്ന വേറെ മറ്റ് നേട്ടങ്ങൾ ഇതൊന്നും അല്ല ആക്ച്വലി നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമുക്ക് തൃപ്തികരമായി മറ്റുള്ളവരോട് ഇടപെടണം, മറ്റുള്ളവർ നമ്മളോട് തൃപ്തികരമായി ഇടപെടണം. അങ്ങനെ ഇടപെടുമ്പോൾ നമ്മൾ ജയിച്ചു. അങ്ങനെ മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ സംഭാഷണവും അവരുടെ ഇടപാടുകളും അനലൈസ് ചെയ്ത് അവര് എങ്ങനെയുള്ള ആളാണെന്നും അവരോട് എങ്ങനെ ഇടപെടണമെന്നും മനസ്സിലാക്കാൻ ട്രാൻസാക്ഷണൽ അനാലിസിസ് ഉപകാരപ്രദമാണ്. അതുകൊണ്ടാണ് ഞാൻ വിവാഹം അന്വേഷിക്കുന്ന വിവാഹാർത്ഥികളെ ട്രാൻസാക്ഷണൽ അനാലിസിസ് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അവരൊരാളെ കല്യാണത്തിന് അന്വേഷിക്കുന്ന സമയത്ത് തന്നെ ഈ സ്വഭാവ വിശേഷങ്ങൾ സ്വഭാവ ശാസ്ത്രം അറിയാമെങ്കിൽ അത് എങ്ങനെയുള്ള ആളാണെന്ന് അയാളെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അയാൾക്ക് ഉചിതമായ രീതിയിൽ അയാളോട് ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ മാനേജ് ചെയ്യാനും എളുപ്പമാണ്. മാനിപ്പുലേറ്റ് അല്ല, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ബുദ്ധിയുടെ തന്ത്രമാണ്. മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാക്കി പെരുമാറുന്ന ഒരവസ്ഥയാണ്. അതിനാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് പഠിക്കണം എന്ന് പറയുന്നത്. അതിനാണ് ഞാൻ പരിശ്രമിക്കുകയും ചെയ്തത്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ് റിയാക്ഷനും റെസ്പോൺസും തമ്മിലുള്ള വ്യത്യാസം? പ്രതികരണവും മറുപടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഒരു ട്രാൻസാക്ഷനോട് നമ്മൾ പെട്ടെന്ന് സ്പോണ്ടേനിയസ്ലി ഇമോഷണലായിട്ട് റിയാക്ട് ചെയ്യുക. അതാണ് റിയാക്ടിങ് എന്ന് പറയുന്നത്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന ഒരു ട്രാൻസാക്ഷനെ നമ്മൾ വിലയിരുത്തി അതിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കി അതിന് ഉചിതമായ മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. മനുഷ്യനുണ്ടാകുന്ന അസ്വസ്ഥതകൾ മുഴുവൻ ഈ റിയാക്ഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ റിയാക്ഷനെ നിയന്ത്രിക്കാനൊക്കെ പഠിച്ചു, മറ്റേ ആൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ? അപ്പോഴും എളുപ്പമാണ്. അയാൾ റിയാക്ട് ചെയ്യുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അയാളുടെ റിയാക്ഷൻ നമ്മളെ ഹർട്ട് ചെയ്യില്ല. ആ റിയാക്ഷൻസിന് നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്ത് മൾട്ടിപ്പിൾ ആക്ഷൻസ് ആകാൻ പോകുന്നതിന് പകരം അതിന് ഉചിതമായ മറുപടി കൊടുത്താൽ മതി. ചില സമയത്ത് മൗനം പോലും ഉചിതമായ മറുപടിയാണ്. ഇല്ലെങ്കിൽ എനിക്കിതൊന്ന് നല്ലവണ്ണം ആലോചിക്കാൻ സമയം വേണം എന്ന് പറഞ്ഞൊരു മറുപടി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, സത്യം പറയാതിരിക്കാം, ഒരു കാരണവശാലും കള്ളം പറയരുത്. നമ്മളോട് ചോദിച്ചു, ഉത്തരവാദപ്പെട്ട ഒരാൾ ചോദിച്ചു, നമുക്ക് സത്യം പറയാൻ നിവൃത്തിയില്ല എങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം തരാൻ എനിക്ക് ഇപ്പോൾ സാധ്യമല്ല, എന്നോട് ക്ഷമിക്കണം, എനിക്കതിന് സമയം വേണം. അത്രയും പറഞ്ഞാൽ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നില്ല, നിങ്ങൾ മറുപടി കൊടുത്തു. സാധാരണഗതിയിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം വരുമ്പോൾ ആൾക്കാർ റിയാക്ട് ചെയ്യും. ഒന്നുകിൽ വേറെ ഏതെങ്കിലും കാരണം പറഞ്ഞ് പൊട്ടിത്തെറിക്കും, അല്ലെന്നുണ്ടെങ്കിൽ കരയും. അങ്ങനെ റിയാക്ട് ചെയ്യുന്നതിന് പകരം മറുപടി കൊടുക്കുക. നമ്മളൊരു മറുപടിയാണ് കൊടുത്തതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മറുപടിയെ നമുക്ക് കുറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ പേഴ്സണാലിറ്റി അവിടെ ഡാമേജ്ഡ് ആകുന്നുമില്ല. സോ ഓൾവേസ് റിമെമ്പർ, സ്റ്റോപ്പ് റിയാക്ടിങ് ആൻഡ് സ്റ്റാർട്ട് റെസ്പോണ്ടിങ്. അതിന് ട്രാൻസാക്ഷൻ അനാലിസിസ് പഠിക്കുന്നത് വളരെ സഹായകരമാണ്. So I am trying to teach all my candidates transactional analysis so that they can interact easily and meaningfully with other people, and that will definitely help them
to find a suitable alliance.